ജയേഷ്ണ, യെസ്. നമുക്കൊന്ന് പുറത്തു പോണം. ജയേഷ്ണ വന്നേ. അയ്യോ. ഏയ് ജയേഷ്ണ, വേഗം റെഡി ആയിട്ട് വാ, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. അയ്യോ, ഇന്ന് എനിക്ക് ഡോക്ടറെ കാണാൻ പോണോന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. അന്ന് ഞാൻ ചോദിച്ചപ്പോ എങ്ങും പോകാനില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇത് ഫിക്സ് ചെയ്തത്. അയ്യോ, അത് ഞാൻ മറന്നു. ഒരു കാര്യം ചെയ്യാം, ഡോക്ടറെ കാണാൻ ഞങ്ങളും വരാം, എന്നിട്ട് അതുവഴി പോവാം. അയ്യോ, അത് പറ്റില്ല. ഒറ്റയ്ക്ക് ചെല്ലണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഒറ്റയ്ക്ക് തന്നെ കണ്ടോ? ഞങ്ങൾ കൺസൾട്ടിംഗ് റൂമിന് പുറത്തല്ലേ നിൽക്കുക. എന്നാലും ഡോക്ടർ സമ്മതിക്കില്ല. അതെന്താ? ആ ഡോക്ടർക്ക് കൺസൾട്ടിംഗ് റൂം ഇല്ല. അതേത് ഡോക്ടർ? എങ്കിലാ ഡോക്ടർ എനിക്കൊന്ന് കാണണമല്ലോ. എന്താ എന്റെ പേര്? പേര് അങ്ങനെ പേരെന്നുള്ളൊരു ഡോക്ടർ അല്ല. എല്ലാവരും ഡോക്ടറെ ഡോക്ടറെ എന്നാ വിളിക്കുന്നേ. ജയേഷ്ണൻ പറയുന്ന മുഴുവൻ കള്ളവാ. സത്യം പറ, എവിടേക്കാ പോണേ? ഒരു ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ടിനെ കാണാൻ പോണേന് എന്തിനാ വിളിക്കണേ? ഈ ഫ്രണ്ട് ഒരു പെണ്ണാ. പെണ്ണോ? നമ്മുടെ കോളേജിലാ പഠിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോണിൽ വരുന്ന കോള് ആ കുട്ടിയുടെ. ഇന്ന് കാണാന്നാ പറഞ്ഞിരിക്കുന്നേ. നിങ്ങൾ തമ്മിൽ എന്താ പ്രേമ? എനിക്കിഷ്ടാ. ആ കുട്ടിക്കോ? കാണാൻ എങ്ങനെയാ? സുന്ദരിയ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? കാണാതെയാണ് ഒരു പെൺകുട്ടിയെ പ്രേമിക്കണേ? എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നാ പെണ്ണാണാൻ പോകുന്നേ. അല്ല, ആ കുട്ടിയെ കാണാൻ പോകുന്നേ. കാണുമ്പോ ഇനി സുന്ദരി അല്ലെങ്കിലോ? എന്നാലും എനിക്കിഷ്ടം. ഒട്ടും ഭംഗിയില്ലെങ്കിലും ഇഷ്ടാവും. ഇഷ്ടം മനസ്സിനകത്തുണ്ടായതല്ലേ. അത് ഒരു കാഴ്ച കൊണ്ട് എങ്ങനെ ഇല്ലണ്ടാവുക? എങ്കിലത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? ജയേഷ്ണൻ പൊയ്ക്കും, ഇനി സമയം കളയണ്ട. താങ്ക് യു സോ മച്ച്. എന്നാ ഞാൻ റെഡി ആവട്ടെ. ജയേഷ്ണൻ പറയണ കേട്ടിട്ട് കൊതിയാവണോ? ആ കുട്ടിയെ കാണാൻ ഞാനും കൂടെ വന്നോ? അയ്യോ, അത് വേണ്ട. അമ്മ വന്നാ ഇഷ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ അമ്മൂന്റെ പുറകെ നടക്കണമെന്ന് പറഞ്ഞ എപ്പോഴും വഴക്കാ. അതെന്നെ കണ്ടാലല്ലേ. ഞാൻ ദൂരെ എവിടെയെങ്കിലും ഒളിച്ചു മാറിയെന്ന് കണ്ടോളാം. അത് വേണം. വേണം, പ്ലീസ്. ജയേഷ്ണ പറയുന്ന കേക്ക്, എനിക്ക് ആ കുട്ടിയെ കാണണം, പ്ലീസ്. ഓക്കേ. അമ്മു, ഇപ്പോ അമ്മ ഇവിടെ നിന്നാ മതി. പുറത്തേക്ക് വരണ്ട. ഞാൻ പോയിട്ട് അങ്ങേയറ്റത്ത് നിൽക്കാം. അപ്പൊ അമ്മൂന് ഇതിലൂടെ നോക്കി കാണാലോ ആ കുട്ടി വരുമ്പോ. ഓക്കെ, ഇത് കുഴപ്പമില്ലല്ലോ. ഒരു ഓൾ ദ ബെസ്റ്റ് ആവായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് അയ്യോ. സോറി. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് മൈ പ്ലഷർ. ഹലോ, കുട്ടി എത്തിയോ? എവിടെ നിക്കണേ? എന്നെ കാണുന്നുണ്ട് ഇപ്പോ? എനിക്ക് കാണണ്ട ഇയാളെ. എന്നെ ഇനി കാണാൻ പോണില്ല. ആ അമ്മൂനെ കൂട്ടിക്കൊണ്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് ഇപ്പൊ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ച് നിർത്തിയിട്ട് ഇതൊന്നും ഞാൻ കാണില്ലെന്ന് വിചാരിച്ചോ? കള്ളനാ നിങ്ങൾ, ചതിയനാ നിങ്ങൾ. കുട്ടി, അത് അമ്മ നിർബന്ധം പിടിച്ചപ്പോ ഞാൻ അറിയാണ്ട് കൊണ്ടുവന്നു പോയതാ. കൊണ്ടുവരരുതെന്ന് ഞാനും നിർബന്ധം പറഞ്ഞതല്ലേ. അത് ഈ ഒരു കൊച്ചു കാര്യത്തിന് പോലും കള്ളത്തിന് കാണിച്ച ഇയാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കാം? എന്ത് ധൈര്യത്തില സ്നേഹിക്കാം, കൂടെ ജീവിക്കാം? ഏത് നിമിഷത്തിൽ ഇതുപോലെ എന്നെ ചതിക്കില്ല, അതെന്താ ഉറപ്പ്? അയ്യോ കുട്ടി, അങ്ങനെയൊന്നും പറയരുത്. അതൊന്നും ഞാൻ ചെയ്യില്ല. ഇതിപ്പോ വേണ്ട, ഇയാൾ ഇനി ഒന്നും പറയണ്ട. എനിക്ക് കേൾക്കും വേണ്ട. ഇനി ഞാൻ വിളിക്കില്ല, ഒരിക്കലും വിളിക്കില്ല. എന്റെ കോളിന് വേണ്ടി ഇനി കാത്തിരിക്കും വേണ്ട. കുട്ടി, ഗുഡ് ബൈ. ഹലോ.
ആളെവിടെ എത്തിയോ? ഇല്ല, ആ കുട്ടി വന്നില്ല. വന്നില്ലേ? എന്തു പറ്റി? അമ്മ വന്നത് ആ കുട്ടി കണ്ടിരിക്കണം, അതിന്റെ പേരിൽ വഴക്കായി. എന്നിട്ട്? ഇനി ഒരിക്കലും വിളിക്കില്ലെന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അയ്യോ, കഷ്ടമായി പോയി. ഞാൻ വരണ്ടായിരുന്നു അല്ലേ? ഏയ്, അത് സാരമില്ല. ആ കുട്ടി അങ്ങനെ പറഞ്ഞെങ്കിലും ഇനിയും വിളിക്കും, കണ്ടോ. വാ. വീണപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ കുഴപ്പത്തിലാവുമെന്ന്. വാ. ആ കുട്ടി വിളിക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ? വിളിക്കും, ഉറപ്പാ.